ഹലോ ഹോംവർക്ക് എന്താ ഉണ്ടായിരുന്നത്? ഹോംവർക്കോ? ഉം. ഹോംവർക്ക് മറ്റേ ആൻസർ ഇതാക്കി ഏത്? അഫ്താബ് പറയണ ക്ലിയർ ആവണില്ലേ? ഏതാണ് പറയണേ? ഫാത്തിമ ദിയ മൈക്കോണാക്കി. ഫാത്തിമ ദിയ. ഹലോ. ആ ഫാത്തിമ ദിയ, ഹോംവർക്ക് ഉണ്ടായിരുന്ന മോളെ? ഹോംവർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ പറയാത്ത? ഹോംവർക്ക് എന്താണെന്ന് ചോദിച്ചിട്ട്. ശ്രേയ മൈക്കോണാക്കി. ഹലോ ടീച്ചർ. എന്താ ശ്രേയ ഹോംവർക്ക് ഉണ്ടായിരുന്നത്? ഇതുവരെ എടുത്ത പാരഗ്രാഫിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ. ഇതുവരെ എടുത്ത പാരഗ്രാഫിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിരുന്നു അല്ലെ? എത്ര എടുത്തിരുന്നു നമ്മള്? ഫസ്റ്റത്തെ 2 പാരഗ്രാഫ്. അവിടുന്ന് അങ്ങോട്ട് പോയിട്ടില്ല അല്ലെ? അപ്പൊ നമ്മള് കൊറേ കാലായി കണ്ടിട്ട് അല്ലേ? ശരി. ആ കോൺവെർസേഷൻ എടുത്തിട്ടില്ല അതിന്റെ താഴത്തുള്ള? ഇല്ല ടീച്ചർ, അത് എന്താ ഇത് വിട്ടു പോകണ്ട വെച്ചിട്ട് പറഞ്ഞു, പക്ഷെ അർത്ഥമൊന്നും എഴുതിയിട്ടില്ല. വേർഡ് മീനിങ് എഴുതാനും കൂടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എത്ര ക്വസ്റ്റ്യൻ കിട്ടി ശ്രേയക്ക്? 10 എഴുതി. 10 കിട്ടി. എങ്ങനെ വൺ വേർഡ് ആണോ ഡയറി കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്? വൺ വേർഡ് എഴുതി. ഓക്കെ. അയച്ചു കൊടുത്തോ? ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? നമ്മള് പാടപ്പോ ഒരു ദിവസം ഒരൊറ്റ ക്ലാസ് എടുത്തിട്ടുള്ളൂ ശ്രേയ? ഒരു ക്ലാസ് എടുത്തിട്ടുള്ളൂ ടീച്ചർ. ഒരു ക്ലാസ് എടുത്തിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഞങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ആദ്യം എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാല് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലുള്ള കാര്യമൊക്കെ ഇപ്പൊ കൊറേ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കേറുന്നത് കൊണ്ട് എല്ലാം ഒന്നും ചിലപ്പോ നോട്ട് ചെയ്തിരിക്കലും നടക്കൂല. എവിടം വരെയാണ് എടുത്തതെന്നൊന്നും. അപ്പൊ എവിടം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതെന്ന് കൂടി ഒരു ഓർമ്മ ഇല്ല എങ്കിൽ പിന്നെ എന്താ നിങ്ങളോട് പറയേണ്ടത്? എന്തായിരുന്നു ഹോംവർക്ക് എന്ന് ചോദിച്ചിട്ട് അത് അറിയുന്നില്ല. എന്താ പറയേണ്ടത് നിങ്ങളോട്? ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പിന്നെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ മനസ്സിലാക്കേണ്ടത്. ഹോംവർക്ക് ചെയ്തിട്ടില്ല അല്ലേ? ഞാൻ ആദ്യം തന്നെ ഹോംവർക്ക് ചോദിക്കാത്തത് അതാണ്. കാരണം നമ്മള് വെറുതെ ഉടക്കേണ്ടി വരും. അപ്പോ പാഠം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ ഉണ്ടാക്കാൻ ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ഈ ഒരു പാഠം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. മനസ്സിലായില്ലേ? ഫസ്റ്റ് ക്വാർട്ടർലി എക്സാമിന് മാത്രമല്ല പബ്ലിക് എക്സാമിന് വരെ ഏറ്റവും പട്കഥ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഈ ദീർഘകൂട്ടി എന്ന് പറഞ്ഞ പാഠം. അപ്പം ഫസ്റ്റിലേ ഇങ്ങനെ ഒരു പോർഷൻ ഞാൻ എടുത്തിട്ട് അതിന്റെ ആകെ ഈ ഒരു ഈ ഒരു സമയത്ത് ആകെ ഹിന്ദിയിൽ ഒരു പേജാണ് എടുത്തത് അല്ലേ? ആ സമയത്ത് അതും കൂടി ഓർമ്മ ഇല്ലാന്ന് വെച്ചാൽ എന്താ പിന്നെ പറയണ്ടേ? ഓക്കെ. പിന്നെ ഏതായാലും നമ്മൾ ഇത്ര ബാക്കിലായ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ മിസ് ക്ലാസ് ഇങ്ങനെ എടുക്കുകയാണ്. അത് കരീം സാറ് നമ്മളെ എക്സാ ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പില് പിന്നെ ഇതിന്റെ വേർഡ് മീനിങ് കംപ്ലീറ്റ് ഉണ്ട്. അതായത് ഒന്നുപോലും വിട്ടു പോവാത്ത രീതിയിൽ എല്ലാം അടങ്ങുന്ന ഷേണി ബ്ലോഗിൽ എടുത്തിട്ടുള്ള ഒരു അതിന്റെ PDF ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? അപ്പം അതില്ലാന്നുണ്ടെങ്കിൽ അത് മിസ് അത് അയച്ചുതരാം. നമുക്ക് ചാപ്റ്റർ വേഗം തീർക്കാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ വേർഡ് മീനിങ്ങും അതിലുണ്ട് കേട്ടോ. എന്നിട്ട് അത് നോട്ട്ബുക്കിലേക്കോ അതിന് ടെക്സ്റ്റിലോ എവിടെയാണോ നിങ്ങൾക്ക് ചെയ്തു വെക്കേണ്ടത് അത് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഈസി ആയിട്ട് പോകും. അങ്ങനെ ചെയ്യല്ലേ? അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? പറയുന്ന സമയത്ത് തന്നെ അർത്ഥം ഇങ്ങനെ എഴുതണം നിർബന്ധമുണ്ടോ? ഇല്ല ടീച്ചർ. വേർഡ് മീനിങ് അയച്ചു തന്നാൽ ഇല്ല. ഓക്കെ. നമുക്ക് ചാപ്റ്റർ എന്തായാലും മുന്നോട്ട് തീരണ്ടേ അല്ലേ? അപ്പൊ വേർഡ് മീനിങ് അയച്ചു തന്നാൽ മതി എന്ന് അഭിപ്രായമുള്ളവരൊന്ന് കൈ
ഒന്ന് കൈ ഉയർത്തിയാൽ മതി. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണോ? വേർഡ് മീനിങ് തന്നാൽ മതി. അങ്ങനെ ആകുമ്പോ ഇപ്പൊ ക്ലാസ്സുകൾ ഇങ്ങനെ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി ആശയം എന്താണ് എന്ന്. എന്നിട്ട് ആ വേർഡ് മീനിങ് നോക്കിയിട്ട് ഇങ്ങനെ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. എല്ലാരും കൈ ഉയർത്ത്. എന്ത് ഋഷിൻ, ഷഹൽ, എന്നാ മറിയും? ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ട്. ശ്രാവണ, അർഷദ്, യാസീൻ. യാസീനെ, മുഹമ്മദ് യാസീൻ ഹലോ. പറ്റൂലേ? മീനിങ് അയച്ചു തന്നാ മതിയോ? അല്ല എങ്ങനെ? കേക്കില്ലടാ. എന്താ പറഞ്ഞ യാസീൻ? ഞാൻ കേട്ടില്ല. അത് PDF അയച്ചു തന്നാ മതി. ആ ഓക്കെ 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 ഓക്കെ. മൈക്ക് ഓഫ് ചെയ്തട്ടോ. ടീച്ചറെ, ആ മാഷെ പറയ്. പിന്നെ അതില് സനാസി ഉണ്ട്. ആ സനാസി പുതിയ കുട്ടിയാന്ന് തോന്നുന്നു. അതെ, പോയോ? പോയോ? കുട്ടി പോയിട്ടുണ്ട്, ഇല്ല. ആ അത് ശരി. ഓക്കെ, നന്ന് കണ്ടിന്യൂ ചെയ്തോളൂ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ മക്കള് കൈ താഴ്ത്തിക്കോളി കേട്ടോ. വേഗാവട്ടെ, കൈ താഴ്ത്തു എല്ലാരും. പോട്ടെ പോട്ടെ പോട്ടെ. ഫാത്തിമ, ഹെന്ന, അഫ്രിൻ, ഹാഷിം, നഷാദ്, കാമിൽ. പോട്ടെ പോട്ടെ. ഹാഷിം, കാമിൽ. കൈ താഴ്ത്തി. കാമിൽ കൈ താഴ്ത്തിടൂ. നമ്മള് പാഠത്തിലേക്ക് കടക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് ഭാഗത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ഭാഗത്തിൽ പറഞ്ഞു നമ്മുടെ പിന്നെ ബേലയുടെയും സാഹിലിന്റെയും നമ്മളോട് പറയുകയാണ് ചെയ്തു. രണ്ട് കുട്ടികളുടെ, ഒരാൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും അവരുടെ ആ ഒരു റിലേഷൻ, അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ആ ഒരു ആയിക്കോട്ടെ. ആയിക്കോട്ടെ പക്ഷെ പറയും. ഇതില് സഹലുണ്ട്. സഹല് 132. ഹലോ സഹല്, മൈക്ക് ഓണാക്ക്. ഹലോ സഹല്, എനിക്ക് ക്ലാസ് 9:30 ഹലോ സഹലേ, 9:30 മറക്കണ്ട. ഇതിൽ ഇരുന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. 9:30 കണക്കുണ്ട്, മറക്കണ്ട. അത് ദിയ ഇയമും അങ്ങനെ തന്നെയാണ്. 144. 9:30 ക്ലാസ് ഉള്ളത്. മാത്സ് ആണ്. അപ്പൊ ഇതിൽ ഇരുന്ന ശേഷം പിന്നെ അതിൽ ക്ലാസ് ഇരിക്കാതിരിക്കരുത് കേട്ടോ. ദിയ കേൾക്കണേ? കേക്കുന്നുണ്ട്. ദിയ ഇയമും സഹലും ക്ലാസ് ടൈം 9:30 തൊട്ട് 10:45 വരെയാണ്. ഇതിൽ ഇരുന്നോളി, ക്ലാസ് കേട്ടാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ക്ലാസ് മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ. ടീച്ചറെ ആയിക്കോട്ടെ. അപ്പം നമ്മൾ നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് പറഞ്ഞു ഈ കുട്ടികള് ബീർബഹുട്ടിനെ കാണാൻ വയലിൽ വരികയും വയലിൽ വന്നതിന് ശേഷം അവര് സ്കൂളിൽ ബെല്ലടിക്കുന്ന ആ സമയത്ത് സ്കൂളിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ് അല്ലെ. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കാണുന്നത്, അതായത് സാഹിലിന്റെ പേനയിൽ മഷി നിറയ്ക്കണം. അപ്പൊ അതിന് കടയിൽ പോവണം എന്ന് സാഹില് പറയാണ്. ഈ സമയത്ത് ഇതിലാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. വേർഡ് മീനിങ് കംപ്ലീറ്റ് മിസ് അയച്ചിരുന്നുണ്ട്, സാറോട് പറയാട്ടോ. അപ്പൊ ആ ബാക്കിയുള്ളത് നോക്കാം. सेकंड पोर्शन आना। 1981 का साल राजस्थान में जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन, कस्बे की लगभग सोनी तंग गलियां। 1981 का साल ഒരു വർഷമാണ് നമ്മളോട് പറയുന്നത്. 1981 ആ ഒരു സമയത്തുള്ള കാര്യം നമ്മൾ കാണുന്നത് കേട്ടോ. राजस्थान में जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन,
രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് എന്താ പറയാ യാത്രാ വാഹനങ്ങൾ ഒരു ഫുലേര ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ പേരൊക്കെ നിങ്ങൾ ശരിക്കും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഫുലേര ജംഗ്ഷൻ ഇവിടെ ഉണ്ട്. ഈ ഫുലേര ജംഗ്ഷൻ ചിലപ്പോൾ നമുക്ക് ഡയറിയോ അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്താ പറയാ കത്തൊക്കെ അയക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരും കേട്ടോ. അഡ്രസ് ഒക്കെ എഴുതുന്ന ആ സ്ഥലമൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരും കേട്ടോ. അപ്പൊ ഈ ജയ്പൂരിനടുത്ത് ഫുലേര ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമ്മളിപ്പോ എന്താ പറയാ യാത്രാ വാഹനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ചരക്ക് വാഹനങ്ങൾ കൊണ്ടും, ചരക്ക് വാഹനം എന്ന് പറഞ്ഞാല് സാധനങ്ങൾ, ലോറിയില് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കാണാറില്ലേ? ഇങ്ങനെയുള്ള ചെക്ക് പോസ്റ്റുകളൊക്കെ കാണാറില്ലേ നിങ്ങൾ? വാളയാർ ചെക്ക് പോസ്റ്റ് എന്നൊക്കെ ഫിലിമിൽ കാണാറില്ലേ? ഒറിജിനൽ ഒന്നും അല്ലെങ്കിലും നമ്മൾ അതേപോലെയുള്ള ഒരു തിരക്ക് പിടിച്ചൊരു ചെറിയൊരു സ്ഥലം നമ്മൾ ചെക്ക് പോസ്റ്റുകൾ കാണാറുണ്ട്. അതേപോലെ ഒരു ജംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഫുലേര എന്ന് പറയുന്ന ജംഗ്ഷൻ. മനസ്സിലായോ? അപ്പൊ ഈ ഫുലേര ജംഗ്ഷൻ ഏത് സമയത്തും യാത്രാ വാഹനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ചരക്ക് വാഹനങ്ങൾ കൊണ്ടും നല്ല ബഹളായിരിക്കും. കസ്ബേക്ക് ലഗ്ബഗ് സൂനി തങ്ക് ഗലിയാം. ആ പട്ടണം എന്ന് പറയുന്നത് അത്ര പിന്നെ ഒച്ചപ്പാടും ബഹളമുള്ള എന്താ പറയാ അല്ലാതെ ഇങ്ങനെ വളരെ വിശാലമായി കിടക്കുന്ന വലിയ പട്ടണമൊന്നും അല്ല. പക്ഷെ അവിടെയുള്ള ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര തിരക്കായിരിക്കും ഏത് സമയത്തും. അല്ലാതെ ആ പട്ടണം പൊതുവെ വളരെ ശാന്തമായിട്ടുള്ള ഒരു പട്ടണമാണ്. വലിയ ചെറിയ ചെറിയ തെരുവുകളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കോളനികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ചെറിയൊരു പട്ടണമാണ് കേട്ടോ. പക്ഷെ അവിടെയുള്ള ആ ജംഗ്ഷൻ ആണ് ഏറ്റവും തിരക്ക് കൂടുതൽ. പിന്നെ തെരുവിന്റെ കാര്യം പറയുന്നത് കസ്ബേക്ക് ലഗ്ബഗ് സൂനി തങ്ക് ഗിലിയാം. ആ പട്ടണത്തിലുള്ള തെരുവുകളൊക്കെ ഏകദേശം എന്താണ്, സൂനി തങ്ക് ഗിലിയാം, വളരെ നിശബ്ദമായിട്ട് വളരെ ഇടുങ്ങിയ തെരുവുകളാണ്. അതായത് വളരെ വിശാലമായതൊന്നും അല്ല. ഗലിയോമേ ഗാമോഷ് ഗഡെ ബിജ്ലി കെ ഗംബെ. നമ്മൾ ആ തെരുവുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ബിജലി കെ ഗംബയാണ്. ബിജലി എന്ന് പറഞ്ഞാൽ നമ്മള് ഇടിമിന്നൽ എന്നും പറയും, വൈദ്യുതി കറണ്ട് എന്നും പറയും കേട്ടോ. പക്ഷെ ഇവിടെ അത് വരുന്നത് ഏതർത്ഥാന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കാം. ഗംബെ എന്ന് പറഞ്ഞാൽ തൂണാണ്. അപ്പൊ ബിജലി കെ ഗംബെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇടിമിന്നലിന്റെ തൂണ് എന്ന് പറയാം ഇല്ലല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടി പറയുന്ന സമയത്ത് ഇലക്ട്രിക് പോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ബിജലി കെ ഗംബെ. നമ്മളെ കറണ്ടിന് വലിക്കുന്ന പോസ്റ്റുകൾ ഉണ്ടല്ലോ, ആ പോസ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ആ പോകുന്ന തെരുവുകളിൽ എന്ത് കാണാനുണ്ട്, ഇലക്ട്രിക് പോസ്റ്റുകൾ കാണാനുണ്ട്. ഗംബോം കി ബീച്ച് ഗിഞ്ചി താരോം കി കതാരെ. ആ തൂണുകൾക്കിടയിലൂടെ എന്ത് വലിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ലൈനുകൾ, കമ്പികൾ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിന്റെ നിരകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇൻ ഗലിയോമേ, ഈ തെരുവുകളില് ജഹാം തഹാം ദിഖായി പടുത്തെ, അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണപ്പെടാൻ കഴിയുന്നുണ്ട് മീട്ടി ഗണ്ടിയാം ബജാത്തെ ഫേറിവാലെ. മീട്ടി ഗണ്ടിയാം ബജാത്തെ എന്ന് പറഞ്ഞാല് എന്താ പറയാ, നല്ല രസമുള്ള അല്ലെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മധുരമുള്ള, അതാണ് മീട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഗണ്ടിയാം ബജാത്തെ എന്താ, മണികൾ മുഴക്കിക്കൊണ്ട്. മണികൾ മുഴക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഞ്ഞിമിഠായി ഐസ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബെല്ലടി കേൾക്കുന്നില്ല, നമ്മളിങ്ങനെ മണി കിലുക്കിക്കൊണ്ട് വരുന്നത് കാണാറില്ലേ, അതാണ് കേട്ടോ. അവിടെ മീട്ടി ഗണ്ടിയാം എന്ന് പറയുന്നത് എന്താ പറയാ, ഈ മീട്ടി എന്ന് പറയുന്നത് ഈ ബെല്ലിനെ വിശേഷിപ്പിച്ചതാണ് കേട്ടോ. അപ്പോ മീട്ടി ഗണ്ടിയാം എന്ന് പറയുന്നതില് മീട്ടി എന്ന് പറഞ്ഞ വാക്ക് എന്താണ്, വിശേഷണം ആണ് കേട്ടോ, വിശേഷൻ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാം. അപ്പൊ എന്താ പറയണത്, ഇങ്ങനെ കയ്യിൽ മണി കിലുക്കിക്കൊണ്ട് എന്ത് പോകുന്നുണ്ട്, ഫേറിവാലെ. ഫേറിവാലെ എന്ന് പറഞ്ഞാല് നടന്ന് സാധനങ്ങൾ ചുമന്ന് കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന ആളുകളെ, അവരുടെ ആ ഒരു കൂട്ടത്തിന് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ഫേറിവാലകൾ എന്ന്. മനസ്സിലായോ? അതായത് കടയിൽ നിന്ന് വെച്ചിട്ടല്ലാതെ സാധനങ്ങൾ ഏറ്റി നടന്ന് വിൽപ്പന നടത്തുന്ന ആൾക്കാരില്ലേ, അവര് പറയുന്ന പേരാണ് ഫേറിവാലകൾ എന്ന്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ഇപ്പൊ ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കുട്ടികള് പിന്നെ കടയിലേക്ക് പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അവര് പോകുന്ന വഴികളിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഈ പരിചയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അവര് കാണുന്ന കാഴ്ചകളും അവര് പോകുന്ന വഴികളിൽ എന്തെല്ലാം ഉണ്ട് എന്നാണ് നമ്മളിപ്പോ ഈ കാണുന്നത് കേട്ടോ. അപ്പൊ എന്താ അവര് കാണുന്നത്, വളരെ തിരക്ക് പിടിച്ച ഫുലേര ജംഗ്ഷൻ ആണ്. അവിടുന്ന് ഉള്ളിലേക്ക് തെരുവിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നുമില്ല, വളരെ ചെറുതായിട്ട് വളരെ എന്താ പറയാ വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത തെരുവുകളാണ്. ആകെ കാണാനുള്ളത് കുറെ ഇലക്ട്രിക് പോസ്റ്റുകളാണ്, പിന്നെ അതിന്റെ കമ്പികള്. പിന്നെ നമുക്ക് എന്താ
അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ എന്താ പറയാ ബെല്ലടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മണികൾ മുഴക്കിക്കൊണ്ട് പോകുന്ന ഫേറി വാലകളെയാണ്. എന്തിനാണ് ഈ മണികൾ മുഴക്കുന്നത്? എന്തിനാണ്? മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ അല്ലേ? അതായത് ഇങ്ങനെ പോകുന്നുണ്ട്, സാധനങ്ങൾ വേണോ എന്ന് ചോദിക്കുന്നതിന് പകരമുള്ള ഒരു ഇതായിട്ടാണ് ആ മണി കിളിക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള ഫേറി വാലകളെയും കാണാനുണ്ട്. एक अंधेरी सी गली में 6-7 गधों की गुरों की टापों की आवाज़ें. പിന്നെ ഒരു ഇരുട്ടുള്ള തെരുവിൽ നിന്നും, അതായത് വലിയൊരു എന്താ പറയാ, ഇരുട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറെ വൃക്ഷങ്ങളൊക്കെ ഉണ്ടാവും, കുറെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടേക്ക് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, നല്ല ഇരുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇരുണ്ട ഒരു തെരുവിൽ നിന്നും ചേസാത്ത് ഗദ്ദോംകി ഒരു 6-7 കഴുതകളുടെ ഗുരോംകി ടാപ്പോംകി ആവാസയും ഒരു 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. കുളമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ നമ്മുടെ ഈ ഒരു കഴുതേന്റെയും കുതിരേന്റെയും ഒക്കെ കാലിന്റെ അടിഭാഗം നിങ്ങൾ കാണാറില്ലേ? ആ ഒരു ടാപ്പ് ടാപ്പ് ധ്വനി, ആ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കാറില്ലേ? കുതിരേന്റെ കുളമ്പടി ശബ്ദമൊക്കെ ഇല്ലേ? അതേപോലെ തന്നെയാണ് കഴുതേന്റെത് കേട്ടോ. അപ്പൊ ആ ഒരു കുളമ്പടി ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. ഉൻകെ പീछे ചൽത്ത ഏക് ബദൻ ഉഘാടെ കുംഹാർ. എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ പിറകിലൂടെ അല്ലെങ്കിൽ ആ കഴുതകൾക്ക് പിറകിലായിട്ട് ഏക് ബദൻ ഉഘാടെ കുംഹാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അർദ്ധനഗ്നനായിട്ടുള്ള, അതായത് ചിലപ്പോൾ അദ്ദേഹം ഒരു മുണ്ട് മാത്രമേ ധരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ, ഷർട്ടോ കാര്യങ്ങളോ ചിലപ്പോൾ ഉണ്ടാവില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ടോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോ ഈ കഴുതകളെ നിയന്ത്രിച്ചുകൊണ്ട് ബാക്കിൽ ആരുണ്ട്? ഏക് ബദൻ ഉഘാടെ കുംഹാർ, ഒരു അർദ്ധനഗ്നനായിട്ടുള്ള ഒരു കൊശവൻ. കൊശവൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന കൊയപ്പാൻ എന്ന് പറയില്ലേ? മൺകലങ്ങള് ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തി ജീവിക്കുന്ന ആളുകളില്ലേ? മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന ആളുകളില്ലേ? അവരെന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ ഒരാള് അതിന്റെ പിറകിൽ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കഴുതകളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു കൊശവനും കൂടി വരുന്നുണ്ട്. എന്തായിരിക്കാം അതിന്റെ കാരണം? കഴുതകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവര് ഭാരം പേറുന്ന ആളുകളാണ് അല്ലേ? അപ്പൊ ഇവര് ഉണ്ടാക്കുന്ന ഈ മൺപാത്രങ്ങളൊക്കെ ചിലപ്പം ദൂരെയുള്ള ചന്തകളിലൊക്കെ ദൂരെയുള്ള ചന്തകളിലൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കേണ്ടതായിട്ട് വരും, മനസ്സിലായില്ലേ? അപ്പൊ അത് തലയിലൊക്കെ ഏറ്റി പോവുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പൊ അവരെന്താ ചെയ്യുക? ഇങ്ങനെയുള്ള കഴുതകളുടെ ഒക്കെ മേലെ കെട്ടിയൊക്കെ വെച്ചിട്ടാണ് അവരടുത്ത ഗ്രാമത്തിലേക്കും സ്ഥലങ്ങളിലേക്കും ഒക്കെ പോവുക, മനസ്സിലായില്ലേ? അപ്പൊ അത് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇസി ദൃശ്യക്ക് ബീച്ച് സെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചെ. നമ്മളിപ്പോ ഈ കണ്ട കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, ഈ കാഴ്ചകൾക്കൊക്കെ ഇടയിലൂടെ കടന്നു പോകുന്ന 2 കുട്ടികൾ, അവരാണ് നമ്മുടെ ബേല സാഹിൽ. ആര്? നമ്മുടെ ബേലയും സാഹിലും. ഉൻ ദിനോ പെൻമേ 5 പൈസേ മേ നീലി സ്യാഹി ഭരി ജാത്തി थी. ആ ദിവസങ്ങളില്, ദിവസം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുക. ദിൻ എന്ന് പറഞ്ഞ നമ്മൾ പറയുന്ന വാക്ക് എന്താണ്? ദിൻ, ദിവസം എന്നുള്ള അർത്ഥമാണ് അല്ലെ? ദിൻ എന്ന് പറഞ്ഞാൽ വെറും ദിവസം മാത്രമല്ല, നമ്മൾ പറയുന്ന ദിവസം എന്ന് പറയും, കാലം എന്നൊരർത്ഥം കൂടി വളരെ ചുരുങ്ങി നമ്മൾ പറയുന്ന രീതിയിൽ പറയാണ് കേട്ടോ. അതുപോലെ ദിന് പകൽ എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. ദിൻ രാത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും എന്നാണ് കേട്ടോ. പിന്നെ കൈ ദിൻ പഹല എന്ന് പറഞ്ഞാൽ കുറെ ദിവസങ്ങൾക്ക് മുൻപെന്നും പറയാം, കുറെ കാലങ്ങൾക്ക് മുൻപെന്നും പറയാം, മനസ്സിലായോ? അപ്പൊ ഇവിടെ കാലം എന്നാണ് നമ്മൾ പറയാ. ഉൻ ദിനോമേ, ആ കാലത്തൊക്കെ, പെൻമേം 5 പൈസേമേം, പേനയില് 5 പൈസക്ക്, നീലി സ്യാഹി ഭരി ജാതി थी. 5 പൈസക്ക് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? പേനയില് മഷി നിറച്ച് തരാറുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ, അത് ഏത് കാലഘട്ടം നമ്മൾ പറയുന്നത്? 1981 പറയുന്നത് കേട്ടോ. ആ സമയത്തൊക്കെ പേനയില് എന്ത് കൊടുക്കാറുണ്ടായിരുന്നു? ഒരു 5 പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേനയില് മഷി നിറച്ച് തരാറുണ്ടായിരുന്നു. സ്റ്റേഷനറി के दुकान वाले ड्रॉपर से पेन में स्याही भरते थे. നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാല് ആ കടക്കാരൻ എന്താ, സ്റ്റേഷനറി കടക്കാരൻ എന്താ ചെയ്യുക? ആ ഒരു ഡ്രോപ്പർ ഉണ്ട്. ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഉറ്റിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് പേനയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഡ്രോപ്പർ കൊണ്ട് നമ്മുടെ കടക്കാരൻ എന്ത് ചെയ്യും? ഈ പേനയിലേക്ക് മഷി ഉറ്റിച്ച് തരാറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അന്നത്തെ കാലത്തുള്ള മഷി ശരിക്കും ഇവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നീലി സ്യാഹി എന്ന് എടുത്ത് പറയുന്നുണ്ട്.
കേട്ടോ. നീലി സ്യാഹി എന്ന് പറഞ്ഞാൽ നീല മഷിയാണ് കേട്ടോ. എന്ന് കരുതി നീലി എന്ന് പറയുന്നതല്ല നീല എന്ന് പറഞ്ഞ കളറ്, നീല എന്ന് തന്നെയാണ് പറയുക കേട്ടോ. കളർ ആയിട്ടുള്ളതിന് നീല എന്നാണ് പറയാ. ഇവിടെ നീലി സ്യാഹി എന്നാവാൻ കാരണം ഈ സ്യാഹി എന്ന് പറയുന്ന വാക്ക് സ്ത്രീലിംഗാണ് കേട്ടോ. സ്യാഹി എന്ന് പറയുന്ന വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് അവിടെ നീലി സ്യാഹി എന്ന് പറഞ്ഞത് കേട്ടോ. പുല്ലിംഗാണെങ്കിൽ നീല എന്നാണ് വരിക, ബഹുവചനാണെങ്കിൽ നീലെ എന്നാണ് വരിക കേട്ടോ. 3 ഇവിടെ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ അത് ശ്രദ്ധിക്കുക. സ്യാഹി സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് നീലി സ്യാഹി എന്ന് വന്നത് കേട്ടോ. ഇനി അപ്പോ അടുത്തയിലേക്ക്, അപ്പൊ അവര് വരുന്ന വഴിയാണ് കേട്ടോ, അവര് കടയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ കാണുന്നത്. അവിടെ അവര് കണ്ട കാഴ്ചകള്, ഈ കാഴ്ചകൾക്കിടയിലൂടെയാണ് കുട്ടികൾ എങ്ങോട്ട് വരുന്നത്, കടയിലേക്ക് വരുന്നത്. നോക്കാം. पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया। नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे। एक पेन स्याही भर दो। साहिल से पहले ही बेला ने दुकान वाले से कहा, बेटा स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी। लेकिन इसने तो पेन में जो स्याही दी उससे भी जमीन पर छिड़क दिया। बेला बोली, बादल को देखकर गड्ढे को नहीं डुलाना चाहिए। दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? 5वीं में। साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो। ഈ ഭാഗത്തേക്കും കൂടി വരൂട്ടത്. പഴയ ടെക്സ്റ്റ് വെച്ച് നോക്കാം. നമ്മൾ ഈ ഭാഗം എടുത്തിട്ട് ആ ഭാഗത്തേക്ക് പോവാട്ടോ. നോക്കാം. അപ്പൊ അവരെങ്ങോട്ടാ പോണത്? ദുഖാൻ അല്ലെ. ദുഖാൻ മീൻസ് കട. പെൻമേ കുച്ച് സ്യാഹി ബച്ചി ദി ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ. അപ്പൊ പെനിയിലേക്ക് മഷി നിറയ്ക്കാൻ അവർ കടയിലേക്ക് പോവുകയാണ്. അപ്പൊ ഏതായാലും കടയിലേക്ക് പോവല്ലേ എന്ന് കരുതിയിട്ട് നമ്മുടെ സാഹിൽ എന്ത് ചെയ്തു, ഒരു അതിബുദ്ധി കാണിച്ചു. എന്താ ചെയ്തത്? അവന്റെ പേനയിൽ അത്യാവശ്യം തലേ ദിവസമൊക്കെ നിറച്ചിരുന്ന കുറച്ച് മഷി ഉണ്ടായിരുന്നു. ആ മഷി അവൻ എന്ത് ചെയ്തു, കുടഞ്ഞു കളഞ്ഞു. എന്തിനായിരിക്കും കുടഞ്ഞു കളഞ്ഞിട്ടുണ്ടാവുക? എന്തിനായിരിക്കും? അതായത് പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി പോവല്ലേ. അപ്പൊ ആ പുതിയ മഷി നിറയ്ക്കുന്ന സമയത്ത് അതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത്രയും കുറവ് മഷിയല്ലേ പിന്നെ അതിലേക്ക് കയറുള്ളൂ അല്ലേ. അപ്പൊ കച്ചവടക്കാരന് ലാഭമാവും, നമുക്ക് നഷ്ടമാവൂലേ. അപ്പൊ അത് വേണ്ട എന്ന് കരുതിയിട്ട് സാഹിൽ എന്ത് ചെയ്തു, ആ മഷി, തന്റെ പേനയിൽ ഉണ്ടായിരുന്ന മഷി എന്ത് ചെയ്തു, കുടഞ്ഞു കളയുക ചെയ്തത്. നമ്മള് കുടഞ്ഞു കളയുക എന്ന് പറയുമ്പോ ആ പിന്നെ മഷിപ്പേന ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വെറുതെ കുടഞ്ഞാൽ തന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും, മഷി പുറത്തേക്ക് പോകും കേട്ടോ. അപ്പോ പെൻമേ കുച്ച് സ്യാഹി ബച്ചി ദി, പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ, അത് സാഹിൽ എന്ത് ചെയ്തു, നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. നെയ് സ്യാഹി ബർവാനെ കെ ലിയെ ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ. അങ്ങനെ രണ്ടുപേരും കൂടി പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് വന്നു ചേർന്നു. ഏക് പെൻ സ്യാഹി ഭർ ദോ, സാഹിൽ സെ പഹലെ ഹി ബേല നെ ദുക്കാൻ വാലെ സെ കഹാ. ഒരു പേനയിൽ മഷി നിറച്ചു തരൂ, കടക്കാരനോട് വന്നിട്ട് സാഹിൽ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ബേല ചോദിച്ചു. ബേട്ടാ സ്യാഹി കി ബോത്തൽ അബി അബി ഖാലി ഹോ ഗയി ഹെ. ഓ മക്കളെ, ബേട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് മകൻ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. പക്ഷെ ഇവിടെ ബേട്ട എന്ന് പറയുന്നത് മക്കളെ എന്ന് നമ്മൾ ഹിന്ദി ഫിലിമൊക്കെ കാണുന്നവർക്കാണെങ്കിൽ അറിയാം. ബേട്ട എന്ന് പറയുമ്പോൾ നമ്മൾ മക്കളെ എന്നുള്ള ഒരു പ്രയോഗം കൂടി അവിടെ ഉണ്ട് കേട്ടോ. മക്കളെ എന്ന് പറയില്ലേ, അതെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മക്കളെ, സ്യാഹി കി ബോത്തൽ അബി അബി ഖാലി ഹോ ഗയി ഹെ. ഓ എന്റെ മക്കളെ, മഷീന്റെ കുപ്പിത ഇപ്പൊ അങ്ങോട്ട് കാലിയായിട്ടുള്ളൂ, അതായത് കഴിഞ്ഞു, മഷീനെ അവിടെ ഇല്ല. അപ്പോ കൽഹി മിൽ പായേഗി. ഓ മക്കളെ, ഇനിയിപ്പോ നാളേക്കല്ലേ കിട്ടുള്ളൂ. അപ്പോ കൽഹി മിൽ പായേഗി, ഇനിയിപ്പോ നാളേക്കേ കിട്ടുള്ളൂ. ഇത് കേട്ടപ്പോ ആയിരിക്കും ഏറ്റവും, സാഹിലിന് സങ്കടമായിരിക്കാം, വേലയ്ക്ക് എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക, അരിശായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലെ. ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി थी उससे भी जमीन पर छिड़क दिया, ബേല बोली. ബേലക്ക് ദേഷ്യം പിടിച്ചിട്ട് ബേല കടക്കാരനോട് പറയാ, ലേക്കിൻ ഇസ്നെ തോ, എന്നാൽ ഇവനുണ്ടല്ലോ, പെൻ മേ ജോ സ്യാഹി थी उससे भी जमीन पर छिड़क दिया,
പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, അത് അവൻ എന്ത് ചെയ്തു? നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. ദേഷ്യം പിടിച്ചുകൊണ്ട് വേല പറഞ്ഞു. ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഡുലാന ചാഹിയെ. നമ്മൾ ഈ വശത്തേക്ക് വന്നു കേട്ടോ. ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഡുലാന ചാഹിയെ. ഷെഫിൻ മൈക്ക് ഓഫ് ചെയ്തേ. ബാദൽ കോ അവിടെ കണ്ടില്ലേ നിങ്ങള്? ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഡുലാന ചാഹിയെ. ഇത് നമ്മൾക്ക് 2 മാർക്കും 3 മാർക്കും ഒക്കെ വാങ്ങി തരുന്നൊരു ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. 2 ടൈപ്പിൽ ഈ ഭാഗം ചോദിക്കും. അപ്പൊ ഈ ബേലപ്പ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്നാൽ ഇവന്റെ കയ്യില് പേനയില് മഷി ഉണ്ടായിരുന്നു, ആ മഷി അവൻ എന്ത് ചെയ്തതാണ്? കുടഞ്ഞ് കളഞ്ഞതാണ് എന്ന് ബേല പറഞ്ഞു അല്ലെ? അത് കേട്ട് ഒറ്റയടിക്ക് നമ്മുടെ കടക്കാരൻ പറഞ്ഞതാണ് എന്താ പറഞ്ഞത്? ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഡുലാന ചാഹിയെ. മേഘങ്ങളെ കണ്ടിട്ട് അല്ലെങ്കിൽ മഴമേഘങ്ങളെ കണ്ടിട്ട് കുടം കമഴ്ത്താൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സംഭവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് കിട്ടാനുണ്ടെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളെ നശിപ്പിച്ചു കളയാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ആ വെള്ളമുള്ള പാത്രമൊക്കെ കഴുകി, മഴ വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ആ സമയമാകുമ്പോഴത്തേക്കും കഴുകിയൊക്കെ കമത്തി വെച്ചു എന്ന് വിചാരിക്കും. ഇനി ഏതായാലും മഴ പെയ്യല്ലോ, നല്ല വെള്ളം കിട്ടല്ലോ എന്ന് കരുതിയിട്ട് വെക്കുകയാണ്. മഴയുടെ പെയ്തതും ഉണ്ടാവില്ല, നമ്മുടെ കയ്യിലുള്ള വെള്ളം എന്തായിട്ടുണ്ടാവും? നമ്മള് ഒഴിച്ച് കളഞ്ഞിട്ടും ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ കയ്യിലേക്ക് ഒരു വസ്തു വരാനുണ്ടെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ കയ്യിലുള്ളതിനെ നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല. ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് അദ്ദേഹം എന്താക്കിയിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമ്മളോട് ചോദിക്കാം. ഇത് അവിടെ താഴെ കണ്ടോ? ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഡുലാന ചാഹിയെ, ദുകാൻദാറിനെ ഏസാ ക്യോം കഹാ. ഒന്നാമത്തെ ടൈപ്പ് ഇങ്ങനെയാണ് ചോദിക്കുക. എന്താണ്? മേഘങ്ങളെ കണ്ടിട്ട് കുടം കമഴ്ത്താൻ പാടില്ല. മനസ്സിലായോ? കച്ചവടക്കാരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കാരണമല്ലേ? എന്താണ്? സാഹില് പേനയില് മഷി നിറയ്ക്കാൻ വരുന്ന കാരണം കൊണ്ട് തന്റെ പേനയിലുള്ള ആദ്യം ഉണ്ടായിരുന്ന മഷി കുടഞ്ഞു കളഞ്ഞു. സാഹിലിന്റെ ഈ പ്രവൃത്തി കണ്ടിട്ടാണ് കച്ചവടക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഇതൊരു ടൈപ്പ്. ഇനി രണ്ടാമത്തെ ടൈപ്പിൽ എങ്ങനെയത് ചോദിക്കാം? ഇത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു സെന്റൻസിന്റെ പ്രയോഗം, അർത്ഥം എന്താണ്, ആശയം എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താ? അല്ലെങ്കിൽ എന്ത് മനോഭാവമാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാ? അപ്പൊ നമ്മൾ അതിന്റെ ആശയമാണ് എഴുതേണ്ടത്. നമ്മുടെ കയ്യില് ഒരു വസ്തു വരാനുണ്ടെന്ന് കരുതിയിട്ട്. രാഹുൽ മൈക്ക് ഓൺ ആക്കിയേ. രാഹുൽ എന്താ അവിടെ പരിപാടി? സംസാരിക്കില്ല, സ്പീക്കർ ഇതാക്കുക. സ്പീക്കറിന് എന്തൊരു പ്രശ്നം? മൊബൈൽ ചാർജ് ഇല്ല, രണ്ടും കൂടി നേരെയാക്കാൻ നോക്കുന്നത്. അതിന്റെ ഇടയിൽ ആരൊരു ശ്രീകുട്ടൻ കയറി വന്ന്? ശ്രീകുട്ടനല്ല, അഞ്ഞനോട് TV ഓഫ് ചെയ്യാൻ പറഞ്ഞതാ താഴെ വന്നിരുന്നപ്പോ. ഓക്കെ, ശ്രദ്ധിക്കട്ടോ, മൈക്ക് ഓൺ ആക്കരുതേ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ സാഹിലിന്റെ പ്രവൃത്തി കണ്ടിട്ടാണ് നമുക്ക് പറയാം. അതിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ തന്നെ പറയണം. നമ്മുടെ കയ്യിലേക്ക് ഒരു വസ്തു വരാനുണ്ടെന്ന് കരുതി നമ്മൾ ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള വസ്തു എന്ത് ചെയ്യരുത്? നശിപ്പിച്ച് കളയരുത്. അതാണ് അദ്ദേഹം ഈ പറഞ്ഞതിലുള്ള ആശയം എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പൊ മിസ് തരും, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അപ്പം ദുഖാൻ വാലെ ഭയ്യാനെ കഹാ. അപ്പൊ അദ്ദേഹം ഒറ്റയടിക്ക് പറഞ്ഞത് ഇതാണ്. എന്താ പറഞ്ഞത്? ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഡുലാന ചാഹിയെ. മഴമേഘങ്ങളെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങള് കയ്യിലുള്ള കുടം
കമഴ്ത്തി കളയാൻ പാടില്ല. എന്നിട്ട് ചോദിച്ചു, കോൺസിമേ പഠിത്തേ ഹോ? അല്ല, നിങ്ങൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് എന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? കോൺസിമേ പഠിത്തേ ഹോ? പാഞ്ചുവീമേ അല്ലെ? അവർ എത്രാം ക്ലാസ്സിലെ? ചെറിയ മക്കളാണ്, 5ാം ക്ലാസ്സിലാണ് അല്ലെ. പാഞ്ചുവീമേ. സാഹിലിനെ ऐसे बुरे मन से बताया जैसे पांचवी में पढ़ना बाबू हो. കച്ചവടക്കാരൻ ചോദിച്ചു, നിങ്ങൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? അപ്പൊ സാഹിലാണ് ആൻസർ പറഞ്ഞത്, 5ാം ക്ലാസ്സില്. എന്താ ഒരു ഇഷ്ടമില്ലാത്തതുപോലെ. സാഹിലിനെ ऐसे बुरे मन से बताया. സാഹില് ഇത്രത്തോളം ഇഷ്ടമില്ലാത്ത രീതിയിലാ പറഞ്ഞത്. ജയ്സെ പാഞ്ചുവി മേ പഠന പാപഹോ. എങ്ങനെയാ പറയുന്നത്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വല്ല പാപവും ചെയ്യുന്ന രീതിയിലാണ് ആര് മറുപടി പറഞ്ഞത്? സാഹില്. കാരണം സാഹിലിന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ നമുക്ക് നല്ലോണം അറിയാം അല്ലെ. നേരം വൈകിയിട്ടുണ്ട്. നേരം വൈകിയ നേരത്താണ് പേനയിൽ മഷി നിറയ്ക്കാൻ ചെല്ലുന്നത്, ഒന്നാമത്തെ കാര്യം. നേരത്തെ പെരേന്ന് ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് പുതിയ മഷി കിട്ടല്ലോ എന്ന് കരുതിയിട്ട് ഉള്ള മഷി എന്ത് ചെയ്യുകയും ചെയ്തു? കുടഞ്ഞു കളയുകയും ചെയ്തു. അപ്പൊ എല്ലാം കൊണ്ടും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് സാഹില്. എല്ലാം കൂടിയും വെച്ചിട്ട് സാഹിൽ എന്ത് ചെയ്യുന്നു? 5ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുന്നത് ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ കച്ചവടക്കാരനോട് മറുപടി പറഞ്ഞു. ഷെഫിൻ മൈക്ക് ഓഫ് ചെയ്ത് എന്തിനാ മൈക്ക് ഓൺ ആക്കിയിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ അദ്ദേഹം ചോദിക്കാം അടുത്ത്, ദോനോ ദുകാൻ വാലെ ഭയ്യാനെ കഹ, നിങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ എന്ന് ചോദിച്ചു. ആ ദോനോ, ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാ. और हम दोनों का सेक्शन भी एक ही है, ए. എന്താ പറയുന്നത്? बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. അപ്പൊ നിങ്ങൾ രണ്ടുപേരും 5ലാണോ എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി കൊടുത്തത് നമ്മുടെ ബേലയാണ്. എങ്ങനെയാ ബേല മറുപടി കൊടുത്തത്? ऐसे खुश होकर बताया, ഇത്രയും സന്തോഷായിട്ടാണ് പറഞ്ഞത്. जैसे ये कोई बहुत बड़ी बात हो. എന്താണ് അവള് പറയുന്നത്? വളരെ വലിയൊരു കാര്യമാണ് എന്ന രീതിയിൽ അവള് പറയാണ്. അതെ, ഞങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ്. और हम दोनों का सेक्शन भी एक ही है. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡിവിഷനും ഒന്നാണ്, എ. അതായത് ഞങ്ങള് 5A സ്റ്റുഡൻസ് ആണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടി ആര് പറയാണ്? ബേല പറയാണ്. ഇപ്പൊ രണ്ടുപേരുടെയും മാനസികാവസ്ഥ മനസ്സിലായല്ലോ എന്താണ് എന്നുള്ളത് അല്ലെ. പഠിക്കാനും അല്ലെ അതിന്റെ എല്ലാ ഒരു ഇൻട്രസ്റ്റും കൂടിയാണ് ഇപ്പൊ ആ 2 സ്ഥലത്ത് നമ്മൾ കാണുന്നത് കേട്ടോ. വെറും ഈ ഒരു മഷി കിട്ടാത്തതിന് സങ്കടം മാത്രമല്ല സാഹിലിനുള്ളത്, ആ ഒരു പഠിത്തത്തിനോടുള്ള ഒരു വൈമുഖത നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞത്? 5A ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ് ബേലയും സാഹിലും എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യം നമ്മൾ അറിയിക്കാനാണ് ഇപ്പൊ ശരിക്കും ഇവിടെ ഈ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുള്ളത്. ഇനി നമ്മൾക്ക് അടുത്ത പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു റിലേഷൻ എത്രത്തോളം ഡീപ്പാണ് എന്ന് നമ്മൾ അറിയിക്കാനുള്ളതാണ്. ഏത്? ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ബേലയുടെയും സാഹിലിന്റെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ആഴമാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് മനസ്സിലായത്? അതിനുള്ള സന്ദർഭം നിങ്ങളോട് 2-3 സെലക്ട് ചെയ്ത് എഴുതാൻ പറയുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് എഴുതാം. അപ്പൊ നമ്മൾ കേട്ടിടത്തിലോളം ഒന്ന് ബീർ ബഹൂട്ടിനെ കരയുന്നത്. അവർ വളരെ അടുത്ത് ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുന്നത്. ഒരു സിറ്റുവേഷൻ നമുക്ക് അങ്ങനെ എഴുതാം. പിന്നെ കടയിൽ പോയിട്ട് സാഹിലിന്റെ ആവശ്യത്തിന് ബേലയാണ് കാര്യം ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇതാ ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതൊന്ന് നോക്കി വെക്കാം. ക്ലാസ്മേ ദോനോ പാസ് പാസ് ബൈഠത്തെ. അവരെങ്ങനെയാണ് 5A സ്റ്റുഡൻസ് ആണ് ഇവര് രണ്ടുപേരും നമ്മളോടൊപ്പം പറഞ്ഞു. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. ക്ലാസ്മേ ദോനോ പാസ് പാസ് ബൈഠത്തെ. ക്ലാസ്സിലെ രണ്ടുപേരും ഒരുമിച്ചാണ് ഇരിക്കാറുണ്ടായിരുന്നത്. മനസ്സിലായോ? ക്ലാസ്സില് ഇപ്പൊ നമുക്കൊക്കെ 5ാം ക്ലാസ്സിലൊക്കെ ആവുന്ന സമയത്ത് ഞാൻ ഇന്നലെയും പറഞ്ഞു മക്കളോട്, 5ാം ക്ലാസ്സിലൊക്കെ ആവുന്ന സമയത്ത് ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത്, ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഇങ്ങനെ മിക്സ് ആക്കി ഇരിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്തൊരു പോലെയാണ് നമ്മൾ ഇന്നത്തെ മക്കൾക്ക്. മനസ്സിലായില്ലേ? പക്ഷെ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എനിക്കറിയാം 5, 6 വരെയൊക്കെ നമുക്ക് എവിടെ തോന്നുന്നത് അവിടെയാണ്. ഒരു പ്രത്യേക സീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ബെഞ്ച് ഉണ്ടാവും. ആ ബെഞ്ചിന്റെ മുകളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോയിരിക്കാം. ബെഞ്ചുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 6th മുതലൊക്കെയാണ്
ഡെസ്ക് ഒക്കെ കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ ആ ഒരു എന്നിട്ടും അവിടെ ഇവിടെ ഒക്കെ പോയിരുന്നിരുന്നു. അതൊന്നും ടീച്ചേഴ്സിന് ഒരു പ്രശ്നമായിരുന്നില്ല, കുട്ടികൾക്ക് ഒരു പ്രശ്നമായിരുന്നില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇന്നത്തെ ഇപ്പൊ ഞാൻ ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞു. KG മുതൽ 4th വരെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ ഞാൻ അങ്ങനെ അനുഭവിച്ചതാണ്. ഒരു LKG ഒരു കുട്ടീനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ബെഞ്ചിൽ മാത്രമായിരുന്നു. അപ്പൊ അവർക്ക് എന്തോ ഒരു പ്ലേ ചെയ്യുന്ന സമയത്ത് അവരോട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ചെയ്ത സമയത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞതാ. അപ്പൊ ആ കുട്ടി പറഞ്ഞതെന്താ, പിന്നെ പെൺകുട്ടികളുടെ അടുത്ത് ഇരിക്കൂല. ഒരു ചെറിയൊരു ആൺകുട്ടി, ഏറിപ്പോയ ഒരു 4 വയസ്സ് 4 വയസ്സ് 4.5 വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞതാണ്. അപ്പോ ആ ഒരു മാനസികാവസ്ഥ, അപ്പോ ആ ഒരു നമുക്ക് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ അത് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അന്ന് അതൊരു ബന്ധമായിരുന്നു. അപ്പോ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മളെ എടുത്ത് വിട്ട് പോയപ്പോ തന്നെ നമ്മൾ കുറെ അകലാൻ തുടങ്ങി. പെൺകുട്ടികൾ എന്ന് പറയുന്നത്, അതായത് നമ്മൾ മനഃപൂർവ്വം പാരന്റ്സ് അകറ്റാണ്, ടീച്ചേഴ്സ് നമ്മളെ രണ്ടുപേരെയും ഇങ്ങനെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ചിങ്ങനെ നിർത്തുകയാണ്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പെൺകുട്ടികൾ എന്തോ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ആൺകുട്ടികൾ എന്തോ ഒരു സംഭവമാണ്, ഇവരെ ഒന്നും കൂടി അറിയണല്ലോ എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്നത് ആ സമയത്താണ്. അപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന സമൂഹത്തിൽ കാണുന്ന ഓരോരോ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേത് ഇങ്ങനെ വളരെ നമ്മൾ കൂടുതൽ മിങ്കിളായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്റെ സാഹിലിന്റെ പോലെയാണ് ആൺകുട്ടികൾ, എന്റെ ബേലേനെ പോലെയാണ് പെൺകുട്ടികൾ എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് എന്തോ ഒരു മറ, നമ്മുടെ ഇടയിൽ ഒരു മറ ഉണ്ട്. ആ മറയ്ക്ക് അപ്പുറത്തേക്ക് നോക്കാൻ രണ്ടു കൂട്ടർക്കും വളരെ ആഗ്രഹമാണ്. ഈ ആഗ്രഹമാണ് നമ്മൾ ഇന്ന് കാണുന്ന വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് കുറെ എന്താ പറയാ, അങ്ങനെയുള്ളൊരു മിങ്കിളായിട്ടുള്ള ഇരുത്തവും സംസാരം, അങ്ങനെ ഒരു ഭയങ്കര, ഇന്നിപ്പോ ഒരു ചെറിയ മക്കളോട് നമ്മൾ ചോദിക്കാം, പിന്നെ നിന്റെ ക്ലാസ്സിൽ നിന്റെ ഫ്രണ്ടിന്റെ പേര് പറയും. അപ്പൊ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടീന്റെ പേരാണ്, ഇപ്പൊ ഞാൻ അടക്കമുള്ളവര് നമ്മൾ പറയും, കളിയാക്കും അല്ലെ, ആൺകുട്ടി പെൺകുട്ടീന്റെ പേരാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുക, ചെറിയ മക്കളോട് നമ്മൾ പറയില്ലേ? കാരണം നമ്മളും കാണുന്നത് ആ ഒരു കാഴ്ചപ്പാടിലാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ നമുക്ക് അതൊന്നും എടുക്കണം, ഞാനതൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കാം, ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം കേട്ടോ. ക്ലാസ് में दोनों पास पास बैठते थे. അപ്പൊ ബേലേനെ സാഹിലിനെ കുറിച്ച് പറയാണ്, ക്ലാസ്സിൽ ഇവര് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഇരിക്കാറുണ്ടായിരുന്നത്. കോപ്പി में काम करते तो दोनों കോപ്പി में काम करते थे. ഇനി നോട്ട്ബുക്കിലാണ് എഴുതുന്നതെങ്കിൽ, കോപ്പി എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക് ആണ് കേട്ടോ. ഒരാള് നോട്ട്ബുക്കിൽ എഴുതുകയാണെങ്കിൽ മറ്റേ ആളും നോട്ട്ബുക്കിൽ എഴുതുക തന്നെ ചെയ്യുള്ളൂ. കിതാബ് പഠിത്തേത്തോ ദോനോ കിതാബ് പഠിത്തേ. ഒരാള് ബുക്ക് വായിക്കുകയാണെങ്കിൽ മറ്റേ ആളും എന്തേ ചെയ്യുള്ളൂ, ബുക്ക് വായിക്കുകയേ ചെയ്യാറുള്ളൂ. ബൽക്കി പാട് ബി ഏക്ക് ഹി പഠിത്തേ. എന്തപ്പോ പറഞ്ഞത്, രണ്ടുപേരും ഒരുമിച്ചാണ് ഇരിക്കുക. ഒരാള് നോട്ടിൽ എഴുതുകയാണെങ്കിൽ മറ്റേ ആള് നോട്ടിൽ എഴുതും, ഒരാള് വായിക്കുകയാണെങ്കിൽ മറ്റേ ആളും വായിക്കും. ഇതൊന്നല്ല രസം, ഒരാൾ ഏത് പാഠാണോ വായിക്കുന്നത് അതേ പാഠമേ മറ്റേ ആളും വായിക്കുള്ളൂ. അതും പോട്ടെ, സാഹില് വായിക്കുകയാണേ. ചമക്കുടി സൻ 57 में वो तलवार पुरानी थी. സാഹില് പഠിത്താത്തോ, സാഹില് ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ എങ്ങനെ, ചമക്കുടി സൻ 57 में वो तलवार पुरानी थी. 1957 കാലഘട്ടത്തിൽ തിളങ്ങിയിരുന്ന ആ വാൾ പഴയതായിരുന്നു എന്ന്. അതായത് നമുക്ക് വേണ്ടതൊന്നല്ല കേട്ടോ, അത് ആ കുട്ടികളുടെ ഒരു ബുക്കിലുള്ള കവിതയിലുള്ള ഒരു ലൈനാണത്. നമ്മുടെ ഒരു കവിതയാണ്, സുഭദ്രാകുമാരി ചൗഹാൻ എഴുതിയിട്ടുള്ള ഒരു കവിതയിൽ നിന്നുള്ള ഒരു ലൈനാണത് കേട്ടോ. അതാണ് ആര് വായിക്കുന്നത്, സാഹില് വായിക്കുന്നത് എങ്കിൽ. പഠിത്താത്തോ അതാണ് സാഹില് വായിക്കുന്നതെങ്കിൽ, ബേലാബി ബേലയും. ചമക്കുടി സൻ 57 में वो तलवार पुरानी थी. എന്താ പറയുന്നത്, 1957 കാലഘട്ടത്തിൽ തിളങ്ങിയിരുന്ന ആ വാൾ പഴയതായിരുന്നു. പഠിത്തീതി അതേ വായിക്കണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, ഒരേ ബെഞ്ചിലേ ഇരിക്കുള്ളൂ, അടുത്തടുത്തേ ഇരിക്കുള്ളൂ. ഒരാള് നോട്ടിൽ വരയ്ക്കുകയാണെങ്കിൽ മറ്റേ ആളും നോട്ട് തന്നെ ചെയ്യാം. ഒരാള് പാഠം വായിക്കുകയാണെങ്കിൽ മറ്റേ ആളും പാഠം വായിക്കും. ഒരാൾ ഏത് പാഠാണോ വായിക്കുന്നത് അതേ പാഠമേ മറ്റൊരാൾ വായിക്കൂ. ഇതൊക്കെ പോട്ടെ, ഒരാൾ ഏത് സെന്റൻസ് ആണോ വായിക്കുന്നത് അല്ലെങ്കിൽ ഏത് വരിയാണോ വായിക്കുന്നത് അതേ വരിയെ മറ്റേ ആളും വായിക്കുന്നു. മനസ്സിലായോ? ഇതാണ്, ഇത്രത്തോളം ആണ് ആരുടെ ബന്ധം എന്ന് പറയുന്നത്, നമ്മുടെ
ബേലയുടെയും സാഹിലിന്റെയും ബന്ധം. ആ വരികളുടെ ഇത് തേടി പോവൊന്നും വേണ്ട കേട്ടോ. ആ വരികള് അവര് വായിക്കുന്നത് നമുക്കൊന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ഉദാഹരണമായിട്ട് തന്നതാ. ബേല कहती बहन जी पानी पीने चली जाऊं. ഇനിയിപ്പോ ബേല ആരോടെങ്കിലും നമ്മൾ വെള്ളം കുടിക്കാൻ പോവല്ലേ, ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരി എന്നാണ്, അത്ര ഇതിലൊന്നും നമ്മൾ എടുക്കണ്ട, എടീ വെള്ളം കുടിക്കാൻ പോവാ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ സാഹിൽ ബി കഴുത്ത, സാഹിലും വന്നിട്ട് ചോദിക്കും ബഹൻജി പാനി പീനെ ചലാ ജാവും. ആ ബഹൻജി, അതായത് സഹോദരി വെള്ളം കുടിക്കാൻ പോയാലോ എന്ന് ആരും വന്നിട്ട് ചോദിക്കും, സാഹിലും വന്നിട്ട് ചോദിക്കും. അപ്പോ എന്താണ് ബേല? ബേല എന്ന് പറഞ്ഞത് സാഹിലിന്റെ മനസ്സിൽ അവന്റെ മാതൃകയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവന്റെ ഒരു മോഡലാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ബേല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗം, അതായത് പെൺമേം കുച്ച് സ്യാഹി ബരിജാതീതി അതില്ലേ, അല്ല ബച്ചീതി എന്നുള്ളതില്ലേ, ഇവിടുന്ന് മുതല് ഞാൻ എടുത്ത അത്രയൊന്ന് വായിച്ചു നോക്കി. ഇപ്പം എടുത്ത അത്രയൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിക്കാൻ പറഞ്ഞിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യരുത്, ശരിക്കും വായിച്ചു നോക്കുക. ഞാൻ ഇതിൽ നിന്ന് പിന്നെ ഹോംവർക്ക് തരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ അത് തീർക്കണം കേട്ടോ. ഏതെങ്കിലും ഏരിയ മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ. വായന കഴിഞ്ഞില്ലേ? വായന കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയേ.
ഓക്കെ, ഇനി കൈ താഴ്ത്തിക്കോളൂ കേട്ടോ. കൈ താഴ്ത്തൂ, കൈ താഴ്ത്തൂ. ഷിനാൻ, ഓക്കെ, കൈ താഴ്ത്തിയേ. അപ്പൊ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഇവിടെ കാണുന്നുണ്ട് गणित के मार्ट साहब सुरेंद्र जी का पीरियड गेलगंडी के बाद आता था। बच्चे उनसे कांपते थे और गेलगंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അപ്പൊ ഇനി അവരുടെ ആ ഒരു സന്തോഷം, അവരുടെ ആ റിലേഷൻ എത്രത്തോളം ഡീപ്പാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു എന്തിൽ കണ്ടു, ഇപ്പോഴുള്ള ആ ഒരു ഭാഗത്തിൽ ആ കടയിൽ പോയതും ആ ഒരു കോൺവെർസേഷനിലും ഒക്കെ നമ്മൾ അറിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു വേദനയാണ്. അത് ഒരാൾക്കാണ് ഉണ്ടായതെങ്കിൽ കൂടി അത് 2 പേരുടെയും വേദനയായിട്ട് മാറുകയാണ്. അതെന്താണ്? ഒരു അധ്യാപകനിലൂടെ ആ കുട്ടികൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചെറിയൊരു സങ്കടമാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. गणित के मार्ट साहब सुरेंद्र जी का पीरियड गेलगंडी के बाद आता था. അപ്പൊ ഇവർക്ക് പിന്നെ ഇന്റർവെല്ലിന് ശേഷമാണ് ഗണിതം മീൻസ് മാത്സ് അല്ലെ, മാത്സിന്റെ അധ്യാപകൻ സുരേന്ദ്രജിയുടെ പീരീഡ് ഉണ്ടായിരുന്നത് ഇന്റർവെല്ലിന് ശേഷമാണ്. ഇന്റർവെല്ല് കഴിഞ്ഞിട്ടാണ് ആ പീരീഡ് ഉണ്ടായിരുന്നത്. ബച്ചെ ഉൻസെ കാമ്പത്തെ थे. കുട്ടികൾക്ക് അദ്ദേഹത്തിനെ ഭയങ്കര പേടിയായിരുന്നു. इसलिए और गेलगंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും എന്ന് വെച്ചാല് പിന്നെ എന്താണ്, ഇന്റർവെല്ല് കഴിയുന്നതിന്റെ 2 മിനിറ്റ് മുൻപ് തന്നെ വേഗം ഇവിടെ വന്നിരിക്കും, ക്ലാസ്സില് വന്നിരിക്കും. കാരണം എന്താണ്, അത്രത്തോളം ഭയമായിരുന്നു നമ്മുടെ പിന്നെ ഗണിതത്തിന്റെ അധ്യാപകനായിട്ടുള്ള സുരേന്ദ്രജിയെ. അവര് എന്ത് തീരുന്നതിന് മുൻപ് കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആലോചിക്കും കയറണോ കയറണ്ടയോ അല്ലേ. ആ സ്റ്റെപ്പിന്റെ മുകളിൽ താഴെ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് നോക്കി സാർ ഉണ്ടോ, ഞങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി അല്ലെ, പിന്നെ ഒന്ന് റോട്ടിക്കൊക്കെ ഒന്ന് ഉള്ളു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ നമ്മളെ ഇന്റർവെല്ലിന് അല്ലെ. അവ എന്തായാലും അങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ കുട്ടികൾ എന്തായിരുന്നു, എല്ലാ കുട്ടികളും ഗണിതത്തിന്റെ മാഷ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മാത്സിന്റെ മാഷ് വരുമ്പോഴത്തേക്കും ആ ഇന്റർവെല്ലിന്റെ തൊട്ട് പിറകിൽ, അതായത് 2 മിനിറ്റ് മുന്നേ തന്നെ വേഗം ക്ലാസ് വന്ന് റെഡി ആയിട്ടിരിക്കും. അതിന്റെ കാരണം എന്താ, സുരേന്ദ്രജി മാൻ സാബ് ഇസി പീരീഡ് മേ കോപ്പി ജാഞ്ചത്തെ थे. ഈ പീരീഡിലായിരുന്നു സുരേന്ദ്രജി എന്ത് ചെയ്യാറുണ്ടായിരുന്നത്, പിന്നെ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യാറുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? നോട്ട്ബുക്ക് ചെക്ക് ചെയ്യുമായിരുന്നു. ഒരു മിനിറ്റ് മക്കളെ. അപ്പൊ എന്താ പറഞ്ഞത്, പിന്നെ സുരേന്ദ്രജി ആ ദിവസങ്ങൾ ആ സമയത്ത് അതായത് ആ അവറിൽ വന്നിട്ടാണ് നോട്ട്ബുക്ക് നോക്കാറുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു അദ്ദേഹത്തിനോ പേടിയാണ്, പിന്നെ മാത്സ് ആണ്, പിന്നെ ബുക്ക് നോക്കലാണ്, എല്ലാം കൂടി ഉള്ള ഒരു ടെൻഷൻ കൊണ്ടാണ് മക്കള് വേഗം എന്ത് ചെയ്യുന്നത്,
പിന്നെ ക്ലാസ്സിൽ ഇന്റർവെല് കഴിയുന്നതിന് മുൻപ് തന്നെ വന്ന് ഇരിക്കുന്നത്. ജറാസി ഗലത്തി പർ ബച്ചോं को इधर उधर फेंक देते थे. ഇത്തിരി എന്തെങ്കിലും ഒരു തെറ്റ് എവിടെങ്കിലും ഒന്ന് കാണുകയാണ് എങ്കിൽ ബച്ചോं को इधर उधर फेंक देते हैं. കുട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം വലിച്ചെറിയും. എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ടൊക്കെ പിടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്ത് ഭയങ്കര ഒരു ദേഷ്യമായിട്ടാണ് അല്ലെങ്കിൽ വളരെ ഒരു ക്രൂരമായിട്ടാണ് കുട്ടികളോട് ആര് പെരുമാറുക, നമ്മുടെ സുരേന്ദ്രജി പെരുമാറുക. യാ ജാപ്പട് മാറിനെ ലഗ്തേ, കുട്ടികളെ പിടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യും. അല്ല എങ്കിൽ എന്ത് ചെയ്യും, ജാപ്പട് മാറിനെ ലഗ്തേ, നല്ല അടി വെച്ച് കൊടുക്കും. എന്തെങ്കിലും ഒരു തെറ്റ് ആ കണക്ക് ബുക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ല ചീത്ത പറയും, അല്ലെങ്കിൽ പിടിച്ചു വലിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നല്ല അടിയും കൊടുക്കും. ഈ ഒരു പേടി കാരണമാണ് കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ, വേഗം വന്നിരിക്കുന്നത്. ഉനക ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുഖ്ന ഭൂൽ ജാത്താ താ. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൈയെ എന്താ പറയാ, എന്താ പറയാ, പിന്നെ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, അതായത് അനങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാൻ മറന്നു പോകും. എന്ന് പറഞ്ഞാല് ആ അരിശം തീരോളം അദ്ദേഹം എന്ത് ചെയ്യും, അടിച്ചുകൊണ്ടേയിരിക്കും. ചില ആൾക്കാരില്ലേ, തല്ലിയാലും കൊണ്ട് മതിയാവാതെ അടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴാണ് വലിയ വലിയ കുട്ടികളുടെ ചൂരല കൊണ്ടൊക്കെ വലിയ വലിയ മുറിയൊക്കെ പുറം ഭാഗത്തൊക്കെ ആവണത് കാണാറില്ലേ. അതേപോലെ ഒരു വല്ലാത്തൊരു ദേഷ്യക്കാരനായിരുന്നു സുരേന്ദ്രജി എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ പറയാ, പിന്നെ കുട്ടികളെ തല്ലാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ കൈ പിന്നെ നിലത്തേക്ക് നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ നേരെ നിൽക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കുമായിരുന്നു. അപ്പൊ പിന്നെ ഈ കുട്ടികൾ എങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് അത്ഭുതമൊന്നും ഇല്ലല്ലോ അല്ലെ. ഇത്രയും പേടിച്ച് വേഗം ക്ലാസ് റൂമിൽ വന്നിരിക്കുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഏക് ദിൻ സുരേന്ദ്രജി മാഡ് സാബിനെ ബേല കെ ബാലോ മേ പഞ്ച ഫൻസായ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ ബേലയ്ക്കും കിട്ടിയ ആരുടെ അടുത്തുനിന്ന്, സുരേന്ദ്രജീന്റെ അടുത്തുനിന്ന് നല്ലൊരു ശിക്ഷ. എന്താ കാട്ടിയത്, ബേല കെ ബാലോമേം പഞ്ച ഫൻസായ. ബേലയുടെ മുടിക്കെട്ടിൽ കയറിയിട്ടാണ് അദ്ദേഹം പിടിച്ചത്. ബേലയുടെ മുടിക്കെട്ടിൽ കയറിയിട്ട് പഞ്ച ഫൻസായ, മുഷ്ടി ചുരുട്ടിയിട്ട്, നമ്മളിങ്ങനെ എല്ലാ വിരലും കൂട്ടി ഇങ്ങനെ പിടിച്ച് ആക്കൂലേ, അങ്ങനെ മുഷ്ടി ചുരുട്ടി ഒരു പിടുത്തം കിട്ടി. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं. എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തൊരു തെറ്റിന്റെ പേരിലാണോ അവളുടെ മുടിയിൽ പിടിച്ചിരുന്നത് അതൊരു തെറ്റേ ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ നോട്ട്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ സുരേന്ദ്രജിക്ക് തോന്നി ഇതെന്താണ്, അവളെ എഴുതിയത് തെറ്റാണ് എന്ന് തോന്നി. മനസ്സിലായില്ലേ? ആ തോന്നലിൽ അദ്ദേഹം എന്ത് ചെയ്തു, ദേഷ്യം പിടിച്ചുകൊണ്ട് ബേലയുടെ മുടി പിടിച്ച് വലിച്ചു. പക്ഷെ ഒന്നുകൂടി അദ്ദേഹം നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി എന്തല്ല, അവളുടെ നോട്ട്ബുക്കിൽ എഴുതിയത് തെറ്റല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ തങ്ങളുടെ തെറ്റ് അംഗീകരിക്കുന്ന അധ്യാപകര് വളരെ കുറവായിരിക്കും അല്ലെ. അതിനും എന്താ പറയാ, ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തി ചീത്ത പറയാവും ചെയ്യാം അല്ലെ. അംഗീകരിച്ചുകൊണ്ട് തന്റെ ഭാഗം തെറ്റാണ് എന്ന് പറഞ്ഞ് എനിക്ക് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് സോറി പറയുന്ന അധ്യാപകര് വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മക്കളുടെ മുന്നിൽ നാണം കെടരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി മനസ്സിൽ പിടിച്ച് നിൽക്കുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ എന്താ, അപ്പൊ അദ്ദേഹം ചെയ്തിരുന്നത് എന്തായിരുന്നു, അവളുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിരുന്നത് ശരിയായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അതറിയാതെ തെറ്റാണെന്ന് കരുതിയിട്ട് അവളുടെ മുടിയിൽ കയറി പിടിച്ചു. ശരിയാണെന്ന് അറിഞ്ഞതോടുകൂടി ഉനോനെ ബേലാക്കോ ചോട് ദിയ. തെറ്റായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം വേഗം അവളെ വിട്ടു, മുടിയുമെന്ന് വിട മാത്രം ചെയ്തു. ബേലാക്കെ ഭയഭീത് ചേഹരേക്കോ ദേഖ്കർ സാഹിൽ ബുരി തരേ ഡർ ഗയാ താ. അപ്പോ ബേലയേക്കാളേറെ സങ്കടം ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ. ബേലയുടെ ആ ഒരു മുഖഭാവം, പേടിച്ചരണ്ട ആ മുഖഭാവം കണ്ടിട്ട് സാഹില് ആകെ എന്തായി പോയി, വിഷമിച്ചു പോയി. അവനാകെ അസ്വസ്ഥനായി പോയി, അവന്റെ മനസ്സാകെ അസ്വസ്ഥമായി പോയി. പിന്നെ ഉസ്നെ ദേഖാക്കി, നമ്മുടെ സാഹില് നോക്കാണ്. സാഹില് നോക്കിയ സമയത്ത് സാഹില് കാണുന്നത് എന്താ, ബേലാക്കെ പാവ് അബീബി കാമ്പ് രഹേ ഹെ. എന്താ പറയുന്നത്, ഉസ്നെ ദേഖാക്കി, അവൻ കാണാണ് ബേലാക്കെ പാവ് അബീബി കാമ്പ് രഹേ ഹെ,
ബേലയുടെ കാലുകള് ഇപ്പോഴും എന്ത് ചെയ്യാണ്? വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അധ്യാപകനോടുള്ള ആ ഒരു അദ്ദേഹത്തിന് തന്നെ പേടിയാണ്. പിന്നെ തെറ്റും ചെയ്തു, തെറ്റീന്ന് അദ്ദേഹത്തിന് തോന്നും ചെയ്തു, മുടിയിൽ കയറി പിടിക്കുകയും ചെയ്തു. എല്ലാം കൂടി ആയപ്പോ നമ്മുടെ ബേലയുടെ കാലൊക്കെ ആകെ എന്താവുന്നുണ്ട്? വിറച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട സമയത്ത് നമ്മുടെ സാഹിലിന് വല്ലാത്ത സങ്കടായി പോയി. ജയ്സെ വോ ഘടേ ഘടേ അഭി ഗിർ ജായേഗി. അവന് തോന്നാണ് ഇവളിങ്ങനെ ഇപ്പൊ കുറച്ചു നേരം കൂടി നിൽക്കുകയാണെങ്കിൽ എന്തായാലും അവള് നിലത്ത് വീണു പോകും. അവളുടെ കാല് അത്രത്തോളം വിറയ്ക്കുന്നുണ്ട് എന്ന് ആർക്ക് മനസ്സിലാവുകയാണ്? സാഹിലിന് മനസ്സിലാവുക. सुरेंद्र जी मार्ट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. എന്നിട്ട് അത് തെറ്റാണ്, സോറി ട്ടോ മോളെ, അറിയാതെ പിടിച്ചതാണ് എന്നൊന്നും പറയാതെ സുരേന്ദ്രജി എന്ത് ചെയ്തു? അവളുടെ കയ്യിൽ അവളുടെ ആ ബുക്ക് അദ്ദേഹം നോക്കിയിരുന്നല്ലോ, ആ ബുക്ക് അവളുടെ സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് പോയിരിക്കേ, അവിടെ എങ്ങാനും പോയിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ എന്ത് ചെയ്തു? അവിടെ നിന്നും ആട്ടി വിട്ടു. മനസ്സിലായോ? അപ്പോ ഈ ഒരു ഇൻസിഡന്റ് ഇത് ശരിക്കും ഓർത്ത് വെക്കുക. കാരണം ഈ കുട്ടികളുടെ ജീവിതത്തിൽ 2 പേർക്കും ഉണ്ടായിട്ടുള്ള ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇവരുടെ ഇടയിലേക്ക് അവരുടെ ആ ഒരു ബന്ധത്തിന് വരെ എന്താന്നുള്ളത് നമ്മൾ അടുത്ത പാരഗ്രാഫിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് പുറത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, നമ്മളിപ്പോ ഞാൻ നേരത്തെ ബാദൽ കോ ദേഖ് കർ പറഞ്ഞില്ലേ, അതേപോലെ ഒരു പുറത്തുനിന്ന് ഒരു വരാൻ സാധ്യത ഉള്ളത് നമ്മൾ ചിന്തിച്ചെഴുതേണ്ടത്, ഒരു അധ്യാപകൻ എന്ന നിലയിൽ സുരേന്ദ്രജിയുടെ പ്രവൃത്തികളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഇങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ 2 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ സുരേന്ദ്രജിയുടെ പ്രവൃത്തികളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ പോലും ഇനി നമുക്ക് കിട്ടിയതൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ക്രൂരനായിട്ടുള്ള അധ്യാപകനായിട്ട് മാറണം എന്നൊന്നും നിങ്ങൾ തീരുമാനിക്കേണ്ട. ക്രൂരന്മാർക്കൊന്നും യാതൊരു എന്താ പറയാ നിൽക്കാൻ പറ്റിയ മേഖലയല്ല എന്തെന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ, അധ്യാപനം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ളൊരു ഒരു കാഴ്ചപ്പാടിൽ വേണം നിങ്ങളിത് ചെയ്യാൻ. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എന്തുള്ളതായിരിക്കണം? സ്നേഹവും ദയയും ഒക്കെ ഉള്ളതായിരിക്കണം. എന്നരുത് ചീത്ത പറയണ്ട, മക്കളെങ്ങനെ തലയിലെടുത്ത് വെച്ച് നടത്തണം എന്നൊന്നല്ല പറയുന്നത് കേട്ടോ. പക്ഷെ എന്തൊക്കെ തന്നെയാണെങ്കിലും ആ കുട്ടികൾക്ക് ആ അധ്യാപകനോടൊരു എന്തുണ്ടാവണം? ഒരു ഇത്തിരി സ്നേഹം ഉണ്ടായിരിക്കണം. അപ്പൊ മാത്രമേ ആ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ അല്ലെങ്കിൽ ആ കുട്ടിക്ക് പെട്ടെന്ന് ആ വിഷയം ക്യാച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ അതിന്റെ ആൻസർ എഴുതാൻ. അധ്യാപകൻ എപ്പോഴും ദയാലുവും അതുപോലെ തന്നെ എന്തുമായിരിക്കണം? ചിരിച്ച മുഖം കൂടിയുള്ള ഒരാളായിരിക്കണം. അതാണ് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അധ്യാപകനെ കണ്ടാൽ തന്നെ പേടിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന വിഷയത്തിനോട് താല്പര്യമോ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ ഒരിക്കലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? സുരേന്ദ്രജിയെ പോലെയുള്ള അധ്യാപകരോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ വേണം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഒരൊറ്റ പാരഗ്രാഫും കൂടി നോക്കാം. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയാ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയി അവനവന്റെ സ്ഥലത്ത് ഇരിക്കാൻ പോയിട്ട് പറഞ്ഞയച്ചപ്പോ ബേലയുടെ മനസ്സെന്തായിരുന്നു? വളരെയധികം മോശമായി, അതായത് അസ്വസ്ഥമായി. ഖരാബ് എന്ന് പറഞ്ഞാൽ മോശമാണ് കേട്ടോ, മോശമായി പോയിരുന്നു. മാഷ് സാബ് ചാഹേ മുझे പീട്ട് ലേത്തെ. മാഷ് വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ. അപ്പൊ മാഷ് അടിച്ചതിലല്ല ഇവൾക്ക് സങ്കടം, മാഷ് വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ. മഗർ സാഹിൽ കെ സാമനെ നഹി. എങ്ങനെ വേണ്ടിയിരുന്നില്ല? അതെന്റെ സാഹിലിന്റെ മുന്നിൽ വെച്ചിട്ട് വേണ്ടിയിരുന്നില്ല. ഇതാണ് സങ്കടം. എന്താണ്? മാഷ് അടിച്ചതിലല്ലായിരുന്നു നമ്മുടെ ബേലയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നത്. അത് വേണമെങ്കിൽ മാഷ് അടിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്താവേണ്ടിയിരുന്നില്ല? സാഹിലിന്റെ മുന്നിൽ നിന്നും എന്നെ അടിക്കേണ്ടിയിരുന്നില്ല എന്നാര് പറയാണ്? ബേല പറയല്ല, ഉള്ളില് ചിന്തിക്കാം. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. അവൾക്ക് സാഹിലിന്റെ മുന്നിൽ പോയിട്ട് നിൽക്കുമ്പോ സ്വയം ഒരു ലജ്ജ, അതായത് വല്ലാത്തൊരു നാണം, താൻ എന്തോ ഒരു തെറ്റുകാരിയാണ് എന്നുള്ള ഒരു ഷർമിന്ദ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നാണ് കേട്ടോ. അതായത് പിന്നെ താൻ എന്തോ ഒരു തെറ്റ് ചെയ്തത് പോലെ ഒരു ഫീലിംഗ് ആർക്ക് ഉണ്ടാവുകയാണ്? ബേലയ്ക്ക് ഉണ്ടാവുകയാണ്.
മനസ്സിലായോ? അതായത് പിന്നെ സ്വയം ഒരു നാണം, സാഹിലിന്റെ മുന്നിൽ നിന്ന് താൻ എന്തോ ഒരു അപരാധം ചെയ്തു പോയതുപോലെ ബേലയ്ക്ക് തോന്നുകയാണ്. ക്യോങ്കി എന്താണ് അങ്ങനെ തോന്നാനുള്ള കാരണം? എന്തുകൊണ്ടെന്നാൽ वो जानती थी कि वो साहिल की नजर में बहुत अच्छी है. അതിന് കാരണം എന്താണ്? അവൾക്ക് അറിയായിരുന്നു സാഹിലിന്റെ കണ്ണില് ബേല എന്ന് പറയുന്ന പെൺകുട്ടി എന്താണ്, വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സാഹിലെ എങ്ങനെയും മാതൃകയാക്കാൻ നോക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ബേല എന്ന് പറയുന്നത്. അപ്പൊ ബേലയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോ അത് ബേലയ്ക്ക് സഹിക്കാവുന്നതില് അപ്പുറമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതായത് ഇവിടുത്തെ ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത് സാഹിലിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജ് എന്തായി പോവാണ്, നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു മുടിക്ക് പിടിച്ച വേദനയേക്കാൾ ആര് അലട്ടിയിരുന്നത്, നമ്മുടെ ബേലയെ അലട്ടിയിരുന്നത് കേട്ടോ. जब वो उसके पास आकर बैठी उससे नजर नहीं मिला पाई. അവള് തന്റെ സാഹിലിന്റെ അടുത്തടുത്താണ് ഇരിക്കാൻ നമുക്കറിയാലോ അല്ലെ. അപ്പൊ അധ്യാപകൻ പോയിട്ട് ഇരിക്കാൻ പറഞ്ഞ സമയത്ത് അവിടെ സാഹിലിന്റെ അടുത്തേക്ക് വന്ന് ഇരുന്നു എന്നല്ലാതെ അവൾ എന്ത് ചെയ്തില്ല, സാഹിലിനെ ഉസ്സെ നസർ നഹി മിലാ പായി, അവന്റെ കണ്ണിലേക്കൊന്ന് നോക്കിയത് പോലുമില്ല അവള്. അതായത് ഫേസ് ടു ഫേസ് അവിടെ ഒരു നോട്ടം ഉണ്ടായില്ല എന്നർത്ഥം. അതായത് അവന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു നാണം അല്ലെങ്കിൽ ഒരു ലജ്ജ അവൾക്ക് അനുഭവപ്പെടുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ. മനസ്സിലായോ? അതിന്റെ കാരണം എന്ന് പറയുന്നത് സാഹില് പിന്നെ ഒരു മാതൃകയാക്കുന്ന അല്ലെങ്കിൽ സാഹിലിന്റെ കണ്ണില് ബേല എന്ന് പറയുന്നത് ഒരു തെറ്റും ചെയ്യാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് നമ്മുടെ ബേലയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറം ആയിരുന്നു. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മളെ ഈ ഒരു ഇനി അങ്ങോട്ട് തുടങ്ങാനുള്ള സമയമല്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഹോംവർക്ക് ഏതാന്നൊന്ന് പറഞ്ഞുതരാം. ഹോംവർക്ക് ശരിക്കും ശ്രദ്ധിക്കാട്ടോ. നമ്മളിവിടെ ഇപ്പൊ ഫസ്റ്റ് എടുത്ത ഈ ഒരു പോർഷൻ ഉണ്ടായിരുന്നില്ലേ, കടയിൽ പോയിട്ട് മഷി നിറയ്ക്കാൻ പോകുന്നേ ആ ഒരു പോർഷൻ ഉണ്ടായിരുന്നില്ലേ, ഇത് മുതൽ വായിക്കാം. പെൻമേ കുച്ച് സ്യാഹി ബച്ചീതി എന്നുള്ള അവിടെ മുതൽ വായിച്ചിട്ട് ഒരു മിനിറ്റ്. ഇങ്ങനെ ഈ പെൻമേ കുച്ച് സ്യാഹി അത് മുതൽ വായിച്ചിട്ട് ഇവിടം വരെ വായിക്കാം. ഇത്രയും ഭാഗം വായിക്കാം കേട്ടോ. ഇത്രയും ഭാഗം വായിച്ചിട്ട് ഈ ഭാഗത്തിലുള്ള പട്കഥയാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് കേട്ടോ. പട്കഥ, ഈ ഭാഗത്തിലുള്ള പട്കഥയാണ് തയ്യാറാക്കേണ്ടത്. പട്കഥ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലെ? നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഞാൻ പറഞ്ഞു TV പാഠം പഠിച്ചതൊക്കെ ഓർമ്മയില്ലേ? സീൻ എഴുതണം. ആദ്യം ഒറ്റ സീനാക്കി എഴുതിയാൽ മതി കേട്ടോ. കുറെ സീനൊന്നും വേണ്ട. ഇത് ഒരൊറ്റ സീൻ, അവര് കടയിലേക്ക് എത്തിയിട്ടുള്ള ആ കടയിലുള്ള സീൻ മാത്രം എഴുതാം. അപ്പൊ ഫസ്റ്റ് സീൻ വേണം അല്ലെ? സീനാണ് ആദ്യം എഴുതേണ്ടത്. സീൻ 1 എന്നൊക്കെ എഴുതാം. പിന്നെ താഴെ എന്താ വേണ്ടത്? നമ്മളൊരു ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുക്കുക. ബേലയും സാഹിലും പേനയിലും മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് വരുന്നു. പിന്നെ താഴെ ഇത് വേണമെന്നില്ല കേട്ടോ. ഇത് വേണ്ട, രണ്ടാമത്തെ വേണ്ട. സീൻ കഴിഞ്ഞിട്ട് നമ്മൾ താഴെ എഴുതേണ്ടത് എന്താണ്? താന് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് എഴുതാം. പിന്നെ സമയം എപ്പോഴാണ് നടക്കുന്നത് എന്ന് എഴുതാം. പിന്നെന്താ എഴുതേണ്ടത്? സ്ഥാന, സമയം, പാത്ര, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് എഴുതാം. പിന്നെ അറിയെങ്കിൽ ഇവരെ വേഷഭൂഷ, ഇവരെന്തായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയാണെങ്കിൽ മാത്രം അത് എഴുതാം. വേഷഭൂഷ. ഓക്കെ. പിന്നെ വിവരൺ. വിവരൺ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മുകളിലൊരു ബ്രാക്കറ്റ് പറഞ്ഞു പോയില്ല അറിയാതെ, അത് ഇവിടെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഈ സാധനങ്ങൾ മുഴുവൻ കൊടുത്തിട്ട് വിവരണിൽ കൊടുക്കുക. ബേലയും സാഹിലും പേനയിലും മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ
സ്കൂളിലേക്ക് ബെല്ലടിച്ചതിന് ശേഷം വേഗം തിരക്കിട്ട് കടയിലേക്ക് പേനയിലെ മഷി നിറയ്ക്കാൻ വേണ്ടി വരുന്നു. വന്നിട്ട് കടക്കാരനോട് മഷി ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. എന്നിട്ട് നമ്മൾ എന്തിലേക്ക് പോവാ? അടുത്ത സെക്ഷൻ ആണ് സംവാദ്. സംവാദം എന്ന് പറഞ്ഞാൽ എന്താ? കോൺവെർസേഷൻ ആണ് അല്ലേ? സംവാദം എന്ന് പറഞ്ഞാല് കോൺവെർസേഷൻ ആണ്. ഈ സംവാദം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തല്ല ഇടേണ്ടത്, പകരം എന്താ ചെയ്യേണ്ടത്? സംവാദം എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഇതിന്റെ അടിയിലാണ് നമ്മൾ കോൺവെർസേഷൻ കൊടുക്കുക കേട്ടോ. ആരൊക്കെയാ സംസാരിക്കുന്നത്? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേല സംസാരിക്കുന്നുണ്ട്, സാഹില് സംസാരിക്കുന്നുണ്ട്, ദുഃഖാൻദാറും സംസാരിക്കുന്നുണ്ട് കേട്ടോ. മൂന്നാളുടെയും കൂടി മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു പട്കഥ തയ്യാറാക്കാൻ കേട്ടോ. അപ്പൊ ശരിക്ക് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇനി? ടീച്ചറെ ഓ ഈ വിവരണം ഘടനയൊന്നല്ലേ? എങ്ങനെ? ഘടന അറിയുന്നതും വിവരണവും ആ ഒന്നല്ലേ? ഒന്നെന്നെയാണ്. ഇനി വേണമെങ്കിലേ ഇതിപ്പോ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തന്നു, സ്ഥാനം, സമയം, പാത്രം എന്നൊക്കെ. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഒരൊറ്റ ഒരു ഇതാക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇന്ന സമയത്ത് ഇന്ന ഇതിലേക്ക് ഇന്ന കഥാപാത്രങ്ങൾ ഇന്ന കാര്യത്തിന് വേണ്ടി വരുന്നു എന്ന് ബ്രാക്കറ്റിലോട്ട് കൊടുക്കാം. പക്ഷെ അതിന്റെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? നമ്മള് എന്താ പറയാ, സ്ഥലം വല്ലാതെ യൂസ് ചെയ്ത മാതിരി തോന്നൂല. കോൺവെർസേഷൻ അധികം ഒന്നും ഉണ്ടാവില്ലല്ലോ, സാധാ കോൺവെർസേഷന്റെ മാതിരി ഉണ്ടാവില്ലല്ലോ. ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ഥാന്, സമയ, പാത്രം എന്നൊക്കെ എഴുതുമ്പോൾ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ പേപ്പർ ഉണ്ടാവുമല്ലോ, എക്സാം പേപ്പർ, അതിലെന്താവും കുറേ സ്ഥലം ഇങ്ങനെ പോകും. ഫസ്റ്റ് കുറേ സ്ഥലങ്ങൾ അങ്ങോട്ട് പോകും. പിന്നെ നമ്മൾ ആ കോൺവെർസേഷനും കൂടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പേജ് എന്തായിട്ടുണ്ടാവും, അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ ആർക്ക് കണ്ടാലും ഒരു 4 മാർക്ക് തരാൻ തോന്നും കേട്ടോ. ആ രീതിയിൽ തന്നെ എല്ലാ നിയമവും വെച്ചുകൊണ്ട് തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് എഴുതി കഴിഞ്ഞില്ല, ഞാൻ ക്ലിയർ ചെയ്യണേ. സംശയം എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഏകദേശം നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ടുണ്ട് തോന്നുന്നുണ്ട്. 9:30 പിന്നെയും ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ എടുത്ത ഭാഗം ശരിക്കും വായിക്കുക. ആ വേർഡ് മീനിങ്ങിൻ്റെത് ഞാൻ സാറുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് അങ്ങനെ അയച്ചു തരുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അതാണ് ഏറ്റവും നല്ലത്, നമുക്ക് പാഠം എടുക്കാൻ പെട്ടെന്ന് പാഠം എടുത്ത് പോകാം. അപ്പൊ ഇന്നെടുത്ത ഭാഗം ഇന്നെടുത്ത ഭാഗം മാത്രമല്ല, ആദ്യം മുതൽ ഇന്നെടുത്തത് വരെ ശരിക്ക് അർത്ഥം സഹിതം വായിച്ചു നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് കറക്റ്റ് സാർ പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് പിന്നെ ചെയ്യാത്തൊരു കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു. ആരൊക്കെയാ ഹോംവർക്ക് ചെയ്യാത്തവരൊന്ന് കൈവന്നിച്ചേ? ഹോംവർക്ക് ചെയ്യാത്തവർ എല്ലാവരും ചെയ്ത് അയച്ചു കൊടുത്തോ? ഓക്കെ, വെരി ഗുഡ്. എന്നിട്ടായിരുന്നു ഞാൻ വിളിച്ച 2 ആൾക്കാർക്ക് എന്താണ് ഹോംവർക്ക് എന്നുള്ളത് അറിയാത്തത് അല്ലേ? ചെയ്തിട്ടില്ല. എന്തേ? ഷാനും സനോദിനൊക്കെ പറ്റി? ഷാൻ എന്തേ പറ്റി? ഹലോ ടീച്ചർ. എന്തേ പറ്റി ഹോംവർക്ക്? ഞാൻ എന്താന്ന് കേട്ടിട്ടില്ല അതിന് ഹോംവർക്ക്. അതിന്റെ ഇടയിൽ ഒരു കോള് വന്നീനി. അത് ശരി. നോക്കിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞത് അറിയാലോ അല്ലേ? ചെയ്യണം കേട്ടോ. ചെയ്യണ്ട്. ഓക്കെ. സനോദിനോടും മിൻഹാജിനോടും ഒക്കെ അതന്നെയാ പറയാനുള്ളത്. ഇന്ന് ഞാൻ പറഞ്ഞതാണ് ഏത് ഹോംവർക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്, അതും ഇന്ന് പറഞ്ഞ ഹോംവർക്കും അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്ത് കൊടുക്കണം. കേട്ടല്ലോ? ഓക്കെ, കൈ താഴ്ത്തിക്കോളെ. ടീച്ചറെ അവസാനിപ്പിച്ചൂടെ? കഴിഞ്ഞു. ഹോംവർക്ക് കൊടുത്തു അല്ലേ? കൊടുത്തു. ഓക്കെ മക്കളെ, ഒരു കാര്യം കൂടെ. മക്കള് ഒരു മിനിറ്റ് എല്ലാരും ഒന്ന് ലീവ് ചെയ്യരുത്. അപ്പോ പരീക്ഷയില് ചിലരൊന്നും അറ്റൻഡ് ചെയ്ത് കാണില്ല. കെമിസ്ട്രിയില് അല്പം ടഫൊക്കെ ഉണ്ടായിരുന്നു, ഫുൾ മാർക്ക് കിട്ടിയവരൊക്കെ ഉണ്ട്. പക്ഷേ അറ്റൻഡൻസ് കുറവായിരുന്നു. അങ്ങനെ എക്സാമിന് അറ്റൻഡ് ചെയ്യാതെ നിന്നാൽ അത് ഗുരുതരമായ തെറ്റായി കണക്കാക്കി അടുത്ത ക്ലാസ്സിൽ കയറാൻ അനുവദിക്കൂല. രക്ഷിതാവ് എന്ന് മറുപടി പറഞ്ഞിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇനി കേട്ടില്ല പറയരുത്.
ഇന്ന് ഫിസിക്സ് ഇല്ല, കാരണം ഇന്ന് റിസൾട്ട് അറിയുന്ന ദിവസം ഞാൻ കുറച്ച് തിരക്കുണ്ട്. അതുകൊണ്ട് ഇന്നും നാളെയും കഴിഞ്ഞിട്ടേ ഫിസിക്സ് ഉള്ളൂ. വ്യാഴാഴ്ച മറക്കണ്ട, ബുധനല്ല വ്യാഴം 5 മണിക്കാണ് എക്സാം. വ്യാഴം 5 മണിക്ക് ഞാൻ ലിങ്ക് ഇട്ട് വരും. ഒറ്റ ആള് എക്സാം എഴുതാത്തവരുണ്ടാവരുത്. എല്ലാരെയും മാർക്ക് ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. രക്ഷിതാക്കളെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കും. കഴിഞ്ഞ പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടിയ ആരൊക്കെയാ? ഒന്ന് കൈപൊക്കിയാണ് വേഗം. റീഹ ഷുറൂഖ് ഇതിലല്ല. പിന്നെ കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് കിട്ടിയാരാ? ആരുമില്ല. ഓക്കെ, ആ പറ. ആ ഇംഗ്ലീഷ് മീഡിയത്തിന് അങ്ങനെ ഒരു പ്രശ്നം വന്നു അല്ലെ? ചില ഭാഗം കിട്ടിയില്ല അല്ലെ? സാറല്ല, ഞാൻ ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് മാർക്ക്, ടോട്ടൽ മാർക്ക് ഒന്ന് കുറച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കണം. ഹാവ് എ നൈസ് ഡേ.